ചൈനയെ തളയ്ക്കാൻ ഇന്ത്യൻ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ സമുദ്രമേഖലയിൽ കറകളഞ്ഞ പ്രതിരോധം തീർക്കാൻ ഇന്ത്യ അക്ഷീണം പ്രയത്നിക്കുകയാണ്. ഇപ്പോഴത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കരുത്തായി സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുകയാണ്. അവയുടെ ആദ്യ പരീക്ഷണവും വിജയം കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു പൊൻതൂവൽ കൂടിയായി തന്നെ ഇതിനെ അടയാളപ്പെടുത്താം. സമുദ്ര സുരക്ഷയിൽ ശക്തമായ നീക്കങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. തദ്ദേശീയ നിർമ്മിതികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുള്ള നീക്കങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് ഇത്. സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകളുടെ പരീക്ഷണം ഇന്ത്യ നടത്തിയത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. സ്വയം നിയന്ത്രിത ആളില്ലാ ബോട്ടുകൾ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയിൽ വലിയ പ്രാധാന്യവും പുരോഗതിയും നൽകുമെന്നുള്ളതും എടുത്തു പറയണം. സുശക്തമായ ഒരു പ്രതിരോധം തീർക്കുവാൻ വേണ്ടി പുതിയ ആളില്ലാ ബോട്ടുകൾ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്നത് പരിശോധിക്കുകയാണെങ്കിൽ ഉയർന്ന വേഗതയും അതുപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള നീക്കങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആളില്ലാ ബോട്ടുകൾ അല്ലെങ്കിൽ സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ സേന രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശത്രുക്കളെ തുരത്തി ഓടിക്കുവാൻ, ശത്രു രാജ്യങ്ങൾക്ക് ശക്തമായ മറുപടി കൊടുക്കുവാനുള്ള ഒരു നിരീക്ഷണത്തിന്, തീരപ്രദേശത്ത് പട്രോളിംഗ് നടത്താൻ അനുയോജ്യമായ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം. അതേപോലെ തന്നെ പ്രവർത്തന തലങ്ങൾ വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത വളരെ കുറച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ഇവയുടെ നിർമ്മാണം. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ശക്തമായ നിരീക്ഷണം നടത്തി ശത്രുവിനെ കനത്ത പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. ഓട്ടോണോമസ് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകളും ഇന്ത്യക്കുണ്ട്. ആളില്ലാ ബോട്ടുകളുടെ പ്രവർത്തനക്ഷമത, അവയുടെ കഴിവ് എന്നിവയൊക്കെ മനസ്സിലാക്കുന്നതിനാണ് നാവികസേന ഇപ്പോൾ ഈ പരീക്ഷണവും നടത്തിയിട്ടുള്ളത്. കടൽ വഴിയുള്ള അക്രമവും കടൽ കൊള്ളയും നുഴഞ്ഞുകയറ്റങ്ങളും ഒക്കെ ഇപ്പോൾ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലഹരിക്കടത്തുകൾ അടക്കമുള്ളവ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങളെയൊക്കെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ തീരപ്രദേശങ്ങളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ഇത്തരം സ്വയം നിയന്ത്രിത ആളില്ലാ ബോട്ടുകൾ സഹായകരമാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. തീരസുരക്ഷയിൽ ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ചൈനയുടെ സമുദ്രാധിപത്യത്തെ ചെറുത്തു നിർത്താനും തോൽപ്പിക്കുവാനും ഇന്ത്യ പ്രഥമ ലക്ഷ്യം വെക്കുന്നുമുണ്ട്. ചൈനയുടെ കുതന്ത്രങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിക്കുവാൻ കൂടി തന്നെയാണ് ഇന്ത്യ ഓരോ ദിവസവും പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. അനാവശ്യമായ പ്രകോപനങ്ങളും അഭ്യാസങ്ങളും ഒക്കെ ചൈന സമുദ്രമേഖലയിലും കാണിക്കുന്നുണ്ട്. അത് ദിനം പ്രതി പെരുകുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ ചൈനയ്ക്ക് തിരിച്ചടിയായി മാറുമെന്നത് സുനിശ്ചിതമാണ്. ഓരോ ദിവസവും ഇന്ത്യ ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അന്തർവാഹിനികൾക്കായി 60,000 കോടി രൂപയുടെ ടെൻഡറിൽ ഇന്ത്യൻ നാവികസേന പരീക്ഷണം ആരംഭിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ നാവികസേന പരമ്പരാഗത അന്തർവാഹിനി കപ്പലുകളുടെ നവീകരണത്തിനായിട്ട് വലിയ പദ്ധതികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ കപ്പൽശാലകളായ മസ്ഗാവ് ഡോക്യാർഡ് ലിമിറ്റഡ്, ലാസൻ ആൻഡ് ട്രൂബോ എന്നിവയ്ക്ക് വിദേശ വെണ്ടർമാരുടെ പങ്കാളിത്തത്തോടെ 6 അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനും ടെൻഡർ നൽകിയിട്ടുണ്ട്. അപ്പോൾ സമുദ്ര സുരക്ഷയിൽ നമ്മുടെ രാജ്യം ഏറെ സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഒരു ആഗോള രക്ഷകനായി തന്നെ ഇന്ത്യ മാറി എന്ന് വേണം പറയാൻ. കാരണം മറ്റു രാജ്യങ്ങൾക്കും ഇന്ത്യ സുരക്ഷ ഒരുക്കാൻ മടി കാട്ടാറില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ പുതിയ പുതിയ നിരീക്ഷണങ്ങളിലൂടെ, കണ്ടുപിടുത്തങ്ങളിലൂടെ, പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യ പുതിയ ചുവടുകൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ശത്രുക്കൾക്ക് തക്ക മറുപടി കൊടുക്കാൻ ശക്തമായ ഒരു പ്രതിരോധ മേഖല വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത്.